ചില മനുഷ്യർ ചരിത്രം വായിക്കുന്നു, ചിലർ ചരിത്രം തിരുത്തിക്കൊണ്ട് പുതിയ ചരിത്രം സൃഷ്ടിക്കുന്നു. എന്നാൽ മറ്റു ചിലരുണ്ട്, അവർ സ്വയം ഒരു ജീവിക്കുന്ന ഇതിഹാസമായി മാറുന്നു. ഡൽഹിയിലെ ഉത്തം നഗറിലെ ഇടവഴികളിൽ പ്ലാസ്റ്റിക് പന്തുമായി ഓടി നടന്ന ഒരു കൊച്ചു പയ്യൻ ഇന്ന് ലോക ക്രിക്കറ്റിൻ്റെ നെറുകയിൽ കിങ്ങായി വാഴുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഒരു കഥയുണ്ട്. വിയർപ്പിൻ്റെയും ചോരയുടെയും അതിലേറെ കണ്ണീരിൻ്റെയും ഒരിക്കലും തോൽക്കാൻ മനസ്സില്ലാത്ത ഒരു പോരാട്ടത്തിൻ്റെയും കഥ. 1988 നവംബർ 5 പ്രേം കോഹ്ലിയുടെയും സരോജിൻ്റെയും മൂന്നാമത്തെ മകനായി വിരാട് ജനിച്ചു. നടക്കാൻ പഠിക്കുന്ന പ്രായത്തിൽ തന്നെ വിരാട് ബാറ്റ് കയ്യിലെടുത്തിരുന്നു. അയൽവാസികൾക്കും കളിക്കൂട്ടുകാർക്കും അവൻ്റെ ഷോട്ട് കാണുമ്പോൾ വിസ്മയമായിരുന്നു. അവൻ്റെ കണ്ണുകളിൽ കണ്ട തീക്ഷ്ണമായ ആഗ്രഹം തിരിച്ചറിഞ്ഞ അച്ഛൻ വിരാട്ടിന് 9 വയസ്സുള്ളപ്പോൾ അവനെ വെസ്റ്റ് ഡൽഹി ക്രിക്കറ്റ് അക്കാദമിയിൽ ചേർത്തു. അന്ന് പരിശീലകൻ രാജ്കുമാർ ശർമ്മയ്ക്ക് ആ കുട്ടിയെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി, ഇവൻ വരാനിരിക്കുന്ന ഒരു വലിയ കൊടുങ്കാറ്റാണെന്ന്. മറ്റുള്ള കുട്ടികൾ തോൽക്കുമ്പോൾ കരയുമായിരുന്നു, എന്നാൽ വിരാട് തോൽക്കുമ്പോൾ ദേഷ്യപ്പെടുമായിരുന്നു. ആ ദേഷ്യമായിരുന്നു അവൻ്റെ ഇന്ധനം. ആ ദേഷ്യം അവനെ കൂടുതൽ ശക്തനാക്കി. 2006 ഡിസംബർ 18 വിരാട്ടിൻ്റെ ജീവിതത്തെ കീഴ്മേൽ മറിച്ച ആ രാത്രി കർണാടകയിലുള്ള നിർണായകമായ രഞ്ജി ട്രോഫി മത്സരം നടക്കുകയായിരുന്നു. പുലർച്ചെ 3 മണിക്ക് അവൻ്റെ ലോകം മുഴുവൻ തകർന്നു. അവൻ്റെ വഴികാട്ടിയും ഏറ്റവും വലിയ പിന്തുണയുമായിരുന്ന അച്ഛൻ പ്രേം കോഹ്ലി ഹൃദയാഘാതം മൂലം മരണപ്പെട്ടു. ആ 18-കാരൻ വിറങ്ങിലിച്ചു നിന്നു. ജീവിതം എന്താണെന്നറിയാത്ത ഒരു പ്രായത്തിൽ അച്ഛൻ്റെ വേർപാട് അവനെ തളർത്തി. പക്ഷേ പിറ്റേന്ന് രാവിലെ അവൻ ഡ്രസ്സിംഗ് റൂമിലെത്തിയത് എല്ലാവരെയും ഞെട്ടിച്ച്. അച്ഛൻ്റെ മൃതദേഹം വീട്ടിലിരിക്കുമ്പോഴും ടീമിനെ തോൽവിയിൽ നിന്ന് രക്ഷിക്കാൻ അവൻ ബാറ്റ് വീശി. 90 റൺസ് നേടി ടീമിനെ സുരക്ഷിതമാക്കിയ ശേഷം മാത്രമാണ് അവൻ വീട്ടിലേക്ക് പോയത്. ആ കറുത്ത രാത്രിയിലാണ് വിരാട്ടിലെ കുട്ടി മരിക്കുകയും ലോകമാരാധിക്കുന്ന വിരാട് കോഹ്ലി എന്ന പോരാളി ജനിക്കുകയും ചെയ്തത്. അന്ന് ആ ചിതയ്ക്ക് തീ കൊളുത്തുമ്പോൾ വിരാട് തൻ്റെ ഉള്ളിൽ ഒരു പ്രതിജ്ഞ എടുത്തു. ഇനി ഞാൻ കളിക്കുന്നത് എനിക്ക് വേണ്ടിയല്ല, എന്നെ അച്ഛൻ കാണാൻ ആഗ്രഹിച്ച ആ നീല ജേഴ്സിക്ക് വേണ്ടിയാണ്. അച്ഛന് കൊടുത്ത ആ വാക്ക് പാലിക്കാൻ അവൻ കഠിനാധ്വാനം ചെയ്തു. 2008 മലേഷ്യയിൽ നടന്ന അണ്ടർ-19 ലോകകപ്പിൽ ഇന്ത്യയെ കിരീടത്തിലേക്ക് നയിച്ചതോടെ വിരാട് എന്ന പേര് രാജ്യം മുഴുവൻ അറിഞ്ഞു. ഉടൻ തന്നെ ഇന്ത്യൻ സീനിയർ ടീമിലേക്കും IPLൽ റോയൽസ് ചലഞ്ച് ബാംഗ്ലൂരിലേക്കും വെളിയെത്തി. 2011 ലോകകപ്പ് ഫൈനലിൽ സച്ചിനും സേവാഗും നേരത്തെ പുറത്തായപ്പോൾ വെങ്കേടി സ്റ്റേഡിയം നിശബ്ദമായി. ആരാധകർ നെഞ്ചെടുപ്പോടുകൂടി. എന്നാൽ ആ സമ്മർദ്ദഘട്ടത്തിൽ ക്രീസിലെത്തിയ വിരാട് ഗംഭീറിനൊപ്പം നിന്ന് പക്വതയോടെ ബാറ്റ് വീശി ഇന്ത്യയെ വിജയത്തിനടുത്തെത്തിച്ചു. കിരീടം നേടിയ ശേഷം തൻ്റെ ദൈവമായ സച്ചിനെ തോളിലേറ്റിയപ്പോൾ വിരാട് പറഞ്ഞത് ഇന്നും ചരിത്രമാണ്. ഇത്രയും കാലം അദ്ദേഹം ഇന്ത്യയെ ചുമലിലേറ്റി, ഇനി ഞങ്ങളുടെ ഊഴമാണ്. അതൊരു വെറുമാക്കല്ലായിരുന്നു, അതൊരു പ്രതിജ്ഞയായിരുന്നു. 2012 മോശം ഫോം വിരാട്ടിനെ ചിന്തിപ്പിച്ചു. തടിച്ച കൗളുകളും അച്ചടക്കമില്ലാത്ത ഭക്ഷണരീതിയും തൻ്റെ കരിയർ നശിപ്പിക്കുമെന്ന് അവൻ തിരിച്ചറിഞ്ഞു. പ്രിയപ്പെട്ട ബിരിയാണിയും ചോക്ലേറ്റും അവൻ പൂർണ്ണമായും ഉപേക്ഷിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ അത്ലറ്റായി മാറാൻ അവൻ വിയർപ്പൊഴുക്കി. മണിക്കൂറുകളോളം ജിമ്മിൽ പരിശീലിച്ചു. ഇന്ന് ഇന്ത്യൻ ടീം ലോകത്തിലെ ഏറ്റവും ഫിറ്റായ ടീമുകളിൽ ഒന്നാണെങ്കിൽ അതിന് കാരണം വിരാട് തുടങ്ങിയ ആ മാറ്റമാണ്. ഈ സമയത്താണ് സിനിമാ താരം അനുഷ്ക ശർമ്മ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് വരുന്നത്. കരിയറിൻ്റെ തുടക്കത്തിൽ ദേശീയക്കാരനായ വിരാട്ടിനെ ശാന്തനും ആത്മീയതയുള്ളവനുമാക്കി മാറ്റിയത് അനുഷ്കയായിരുന്നു. പലപ്പോഴും വിരാട് പരാജയപ്പെടുമ്പോൾ വിമർശകർ അനുഷ്കയെ പഴിച്ചു. പക്ഷേ ഒരു ഉറച്ച ഭർത്താവായി വിരാട് അവൾക്ക് തണലായി നിന്നു. 2017 ഇറ്റലിയിലെ മനോഹരമായ ടസ്കാനയിൽ വെച്ച് അവർ ഒന്നായി. 2019 ലോകകപ്പിന് ശേഷം വിരാട്ടിൻ്റെ ബാറ്റിൽ നിന്ന് സെഞ്ചുറികൾ മാഞ്ഞുപോയി. 3 വർഷത്തോളം അവൻ തൻ്റെ കരിയറിലെ ഏറ്റവും മോശം കാലഘട്ടത്തിലൂടെ കടന്നുപോയി. ക്യാപ്റ്റൻ സ്ഥാനം ഒഴിയേണ്ടി വന്നു. ലോകം അവനെ തള്ളിക്കളഞ്ഞു. കിങ് എന്ന വിളിപ്പേര് കഴിഞ്ഞുപോയ താരമെന്ന പേരായി മാറി. മാനസികമായി അവൻ തളർന്നു പോയിരുന്നു. എന്നാൽ 2022 ഏഷ്യ കപ്പിൽ അഫ്ഗാനിസ്ഥാനെതിരെ നേടിയ സെഞ്ചുറി ഒരു വിളംബരമായിരുന്നു. രാജാവ് തിരിച്ചെത്തിയെന്ന്. പക്ഷേ മെൽബണിൽ പാകിസ്ഥാനെതിരെ ഹാരിസ് റൌഫിൻ്റെ തലയ്ക്ക് മുകളിലൂടെ അടിച്ച ആ 2 സിക്സറുകൾ അതൊരു സ്പോർട്സ് മാജിക്കായിരുന്നു. തന്നെ എഴുതിത്തള്ളവർക്കുള്ള രാജകീയ മറുപടി. ആ കളിക്ക് ശേഷം ആകാശം നോക്കി കണ്ണീർ വാർത്ത വിരാട് ലോകത്തിലെ ഓരോ സാധാരണക്കാരനും ആവേശമായി. അത് വെറുമൊരു തിരിച്ചുവരവായിരുന്നില്ല, ഒരു സാമ്രാജ്യത്തിൻ്റെ പുനർജന്മമായിരുന്നു. 2023 ഏകദിന ലോകകപ്പിൽ തൻ്റെ ദൈവമായ സച്ചിൻ്റെ 50 സെഞ്ചുറികൾ എന്ന റെക്കോർഡ് സച്ചിൻ്റെ മുന്നിൽ വെച്ച് തന്നെ വിരാട് തിരുത്തി. ഓരോ റെക്കോർഡുകളും തകർത്ത് അവൻ മുന്നേറി. ഒടുവിൽ 2024 ജൂണിൽ T20 ലോകകപ്പ് കിരീടം ഇന്ത്യ ഉയർത്തുമ്പോൾ വിരാട്ടിൻ്റെ കണ്ണുകളിൽ കണ്ടത് സമാധാനമായിരുന്നു. തൻ്റെ ദൗത്യം പൂർത്തിയാക്കി എന്ന് ഉറപ്പിച്ച വിരാട് ഏറ്റവും ഉയരത്തിൽ നിൽക്കുമ്പോൾ അന്താരാഷ്ട്ര T20യിൽ നിന്ന് വിടവാങ്ങി. ആ നിമിഷം അവൻ്റെ ജീവിതത്തിലെ ഒരു അധ്യായം പൂർണ്ണമായി അടഞ്ഞു.
അതെ, ഡൽഹിയിലെ ആ പഴയ സ്കൂട്ടറിൽ തുടങ്ങിയ ആ യാത്ര ഇന്ന് ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും വലിയ സിംഹാസനത്തിലാണ് എത്തി നിൽക്കുന്നത്. വിരാട് കോഹ്ലി എന്ന ഈ പോരാളിയുടെ ജീവിതം നമുക്ക് നൽകുന്ന ഒരേ ഒരു സന്ദേശം ഇതാണ്: സ്വപ്നം കാണാനുള്ള ചങ്കൂറ്റമുണ്ടെങ്കിൽ, അത് നേടിയെടുക്കാനുള്ള കഠിനാധ്വാനത്തിന് നിങ്ങൾ തയ്യാറാണെങ്കിൽ ഈ ലോകത്ത് അസാധ്യമായി ഒന്നുമില്ല. കിങ് കോഹ്ലിയുടെ ഈ ജീവിതകഥ നിങ്ങൾക്ക് എത്രത്തോളം പ്രചോദനമായി? അദ്ദേഹത്തിൻ്റെ ഏത് ഇന്നിങ്സാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്? അത് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ക്രിക്കറ്റ് ലോകത്തെ ഇതുപോലെ കൂടുതൽ ആവേശകരമായ കഥകളും വിശേഷങ്ങളും അറിയാൻ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ കൂടി അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നന്ദി. അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും കാണാം.